ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി കമ്പനിയുടെ മറൽ മമ്മൂട്ടി നിർമ്മിച്ച് മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതി വൈശാഖ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായി മെയ് 23-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ടർബോ. ലോകമെമ്പാടുമായി 72ഓളം രാജ്യങ്ങളിൽ ഒരേ സമയം തിയേറ്റർ റിലീസായി എത്തിച്ചേർന്ന ഈ സിനിമ ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം സിനിമയുടെ കളക്ഷൻ സംബന്ധമായും ബഡ്ജറ്റ് സംബന്ധമായും ചില ആശയക്കുഴപ്പങ്ങൾ നിലവിലുണ്ടായിരുന്നു. എല്ലാ ആശയക്കുഴപ്പങ്ങളും ദൂരീകരിച്ചുകൊണ്ട് സിനിമയുടെ സംവിധായകനായ വൈശാഖ് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖം വഴി ചിത്രത്തിന്റെ ബഡ്ജറ്റ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ടർബോ സിനിമയുടെ യഥാർത്ഥ ബഡ്ജറ്റ് 23,50,00,000 രൂപയാണ് എന്നാണ് വൈശാഖ് ആ അഭിമുഖം വഴി വെളിപ്പെടുത്തിയിട്ടുള്ളത്. ചിത്രത്തിന്റെ പ്രമോഷൻ, പ്രിന്റ്, മറ്റ് പരസ്യ ചെലവുകൾ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 2-2.5 കോടി റേഞ്ചിൽ അധിക ചെലവ് വന്നാലും 25-26 കോടി റേഞ്ചിൽ ഈ സിനിമയുടെ നിർമ്മാണ ചെലവ് പൂർത്തീകരിക്കും. പിന്നീടുള്ളത് നിർമ്മാതാവ് കൂടിയായ മമ്മൂട്ടിയുടെ സാലറിയാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന പല സിനിമകൾക്കും മമ്മൂട്ടി പ്രതിഫലം കൈപ്പറ്റാറില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അഥവാ ടർബോ എന്ന സിനിമയിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് 8 കോടിയോ അല്ലെങ്കിൽ 10 കോടിയോ സാലറി നിശ്ചയിച്ചാൽ തന്നെ ഏകദേശം 34-35 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ മൊത്തം ചെലവ് വരുന്നത്. അപ്പോൾ നേരത്തെ ദുഷ്പ്രചരണം നടത്തി, അതായത് 70 കോടിക്ക് മുകളിൽ ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഉണ്ട് എന്ന് നടത്തിയവരൊക്കെ ഇപ്പോൾ പൊട്ടിക്കരയുന്ന ശോകരംഗങ്ങളാണ് പല ചാനലുകളിലും കാണാൻ കഴിയുന്നത്. എന്തായാലും ആദ്യമേ തന്നെ ഈ സിനിമയുടെ ബഡ്ജറ്റ് സംബന്ധമായി നമ്മൾ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. ഇത് 30-35 കോടി അല്ലെങ്കിൽ 40 കോടി റേഞ്ചിൽ വരുന്ന ഒരു ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമ മാത്രമാണ്. ഇനി ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് 2024 തിയേറ്ററിലെത്തിയ മലയാള സിനിമകളിൽ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ഏറ്റവും കൂടുതൽ കളക്ഷൻ ആദ്യ ദിവസം നേടിയെടുത്ത, അതായത് ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുത്ത 10 സിനിമകളുടെ പട്ടികയാണ്. ഇതിൽ 10ാം സ്ഥാനത്തുള്ളത് ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് മെയ് 1-ന് തിയേറ്ററിലെത്തി നിവിൻ പോളി നായകനായ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയാണ്. ഈ സിനിമ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 2,53,00,000 രൂപയാണ് നേടിയെടുത്തത്. ഈ പട്ടികയിലെ 9ാം സ്ഥാനത്തുള്ളത് വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രമാണ്. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി എന്നിവർ അഭിനയിച്ച് ഏപ്രിൽ 11-ന് തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ ദിവസം 3 കോടി രൂപയാണ് കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത്. 8ാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടി നായകനായ ഭ്രമയുഗം എന്ന ചിത്രമാണ്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 15-ന് തിയേറ്ററിലെത്തിയ ഈ സിനിമ 3,05,00,000 രൂപയാണ് ആദ്യ ദിവസം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത്. ജയറാം, മമ്മൂട്ടി എന്നിവർ പ്രധാന താരങ്ങളായി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് ജനുവരി 11-ന് തിയേറ്ററിലെത്തിയ എബ്രഹാം ഓസ്ലറാണ് 7ാം സ്ഥാനത്ത്. ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി ആദ്യ ദിവസം നേടിയെടുത്തത് 3,10,00,000 രൂപയാണ്. ഫെബ്രുവരി 22-ന് തിയേറ്ററിലെത്തിയ മഞ്ഞുമ്മൽ ബോയ്സ് ആണ് 6ാം സ്ഥാനത്ത്. ഈ ചിത്രം 3,35,00,000 രൂപയാണ് ആദ്യ ദിവസം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത്. ഫഹദ് ഫാസിൽ നായകനായി ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് ഏപ്രിൽ 11-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ആവേശം. 3,50,00,000 രൂപ ആദ്യ ദിവസം കളക്ട് ചെയ്ത് 5ാം സ്ഥാനത്താണ് ആവേശം നിലയുറപ്പിച്ചിട്ടുള്ളത്. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് എന്നിവർ പ്രധാന താരങ്ങളായി വിപിൻ ദാസ് സംവിധാനം ചെയ്ത് മെയ് 16-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഈ സിനിമ ആദ്യ ദിവസം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 3,65,00,000 രൂപയാണ്. നിലവിൽ 4ാം സ്ഥാനമാണ് ഈ സിനിമ ഈ പട്ടികയിൽ നേടിയിട്ടുള്ളത്. പൃഥ്വിരാജ് നായകനായി ബ്ലസ്സി സംവിധാനം ചെയ്ത് മാർച്ച് 28-ന് തിയേറ്ററിലെത്തിയ ആടുജീവിതം എന്ന സിനിമയാണ് 3ാം സ്ഥാനത്ത്. 5,83,00,000 രൂപയാണ് ഈ ചിത്രം ആദ്യ ദിവസം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത്. മോഹൻലാൽ നായകനായി ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത് ജനുവരി 25-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. ഈ സിനിമയാണ് 2024 തിയേറ്ററിലെത്തിയ മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ കേരള ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുത്ത 2ാമത്തെ മലയാള ചിത്രം. 5,85,00,000 രൂപയാണ് ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ്. ടോപ്പ് 10 പട്ടികയിൽ 1ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത് മമ്മൂട്ടി നായകനായ ടർബോ എന്ന സിനിമയാണ്. വൈശാഖ് സംവിധാനം ചെയ്ത ഈ സിനിമ ആദ്യ ദിവസം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 6,15,00,000 രൂപയാണ്. ഇനി 2024 ടോപ്പ് 10 പട്ടികയിലെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനിലേക്ക് വന്നാൽ 10ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ തന്നെയാണ്. ഈ സിനിമ ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് 4,50,00,000 രൂപയായിരുന്നു. എന്നാൽ ഈ പട്ടികയിൽ 9ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് എബ്രഹാം ഓസ്ലർ എന്ന സിനിമയാണ്. ഈ സിനിമ ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് 5,90,00,000 രൂപയാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പട്ടികയിലെ 8ാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. 6,90,00,000 രൂപയാണ് ഈ ചിത്രം ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത്. മമ്മൂട്ടി നായകനായ ഭ്രമയുഗം എന്ന സിനിമയാണ് പട്ടികയിൽ 7ാം സ്ഥാനത്ത്. ഭ്രമയുഗം ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് 7,70,00,000 രൂപയാണ്. പട്ടികയിൽ 6ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയാണ്. പൃഥ്വിരാജ് നായകനായി വിപിൻ ദാസ് സംവിധാനം ചെയ്ത ഈ സിനിമ ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 8,05,00,000 രൂപയാണ് സ്വന്തമാക്കിയത്.
വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയാണ് 5ാം സ്ഥാനത്ത്. ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ആദ്യ ദിവസം 10,16,00,000 രൂപ സ്വന്തമാക്കി. ഫഹദ് ഫാസിൽ നായകനായി ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശം എന്ന സിനിമയാണ് 4ാം സ്ഥാനത്ത്. 10,57,00,000 രൂപയായിരുന്നു ഈ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ. 3ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് മോഹൻലാൽ നായകനായി ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത മലൈക്കോട്ടെ വാലിബനാണ്. 12,22,00,000 രൂപയാണ് ഈ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ. പൃഥ്വിരാജ് നായകനായി ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതമാണ് 2ാം സ്ഥാനത്ത്. ഈ സിനിമ ലോകമെമ്പാടുമായി 16,04,00,000 രൂപയാണ് ആദ്യ ദിവസം നേടിയെടുത്തത്. ഈ പട്ടികയിലും 1ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് മമ്മൂട്ടി നായകനായ ടർബോ എന്ന സിനിമ തന്നെയാണ്. 16,10,00,000 രൂപയാണ് ഈ ചിത്രം ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. എന്നാൽ മമ്മൂട്ടി കമ്പനിയുടെ ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം 17,15,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ജനുവരി മുതൽ ജൂൺ മാസം വരെയുള്ള 6 മാസ കാലയളവിൽ ഒട്ടനവധി ചിത്രങ്ങൾ തിയേറ്ററിലെത്തി വൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് 100 കോടി 200 കോടി ക്ലബിൽ എത്തപ്പെട്ടെങ്കിലും മമ്മൂട്ടി നായകനായ ഒരു സിനിമയ്ക്കും 100 കോടി ക്ലബിൽ എത്തപ്പെടാനായിട്ടില്ല. അതേസമയം മമ്മൂട്ടി നായകനായി ഈ 6 മാസ കാലയളവിൽ തിയേറ്ററിലെത്തിയ 3 മലയാള സിനിമകളും വൻ വിജയം നേടിയെടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഓപ്പണിംഗ് കളക്ഷനിലും മമ്മൂട്ടി നായകനായ ടർബോ തന്നെയാണ് മുന്നിൽ. അപ്പോൾ ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.